ദൈവമഹത്വത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IMS ധ്യാന ഭവനത്തിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ. ഒരു ഭക്തൻ തൻ്റെ ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുകയുണ്ടായി. അദ്ദേഹം സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. ചുറ്റും നോക്കി എല്ലായിടത്തും വലിയ തിരക്ക്. ഒരു മുറിയിൽ ചെന്നപ്പോൾ ഭൂമിയിൽ വചന ശുശ്രൂഷ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകൾ സൂക്ഷിക്കുന്ന ഓഫീസാണ് അത്. കണക്കുകൾ നോക്കുന്നു. അടുത്ത മുറിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടത്. അവിടെ ഒരു വലിയ സംഘം ദൂതന്മാർ വിശ്വാസികളുടെ ആവശ്യമടങ്ങിയ അപേക്ഷകൾ രേഖപ്പെടുത്തുന്നു. തിരക്കോട് തിരക്ക്. മൂന്നാമത് കണ്ടത് ഉറക്കം തൂങ്ങിയിരിക്കുന്ന മാലാഖമാരെയാണ്. വല്ലപ്പോഴും മാത്രം അവരുടെ അടുത്തിരിക്കുന്ന ടെലിഫോൺ ബെൽ അടിക്കുന്നു. യാതൊരു തിരക്കുമില്ല അവിടെ. ഭക്തൻ ചോദിച്ചു, എന്താണ് ഇവിടെ മാത്രം ഇങ്ങനെ? അപ്പോൾ വഴികാട്ടിയായിരുന്ന മാലാഖ പറഞ്ഞു, അത് വിശ്വാസികളുടെ നന്ദി അഥവാ കൃതജ്ഞതകളുടെ എണ്ണം രേഖപ്പെടുത്തുന്ന മുറിയാണ്. ഒരു കാലത്ത് കുഷ്ഠരോഗികളുടെ ജീവിതം അത്യന്തം ദയനീയമായിരുന്നു. സമൂഹം ഒട്ടാകെ അവരെ വെറുത്തിരുന്നു. കുഷ്ഠരോഗികളെ കണ്ടാൽ യഹൂദർ കല്ലെറിഞ്ഞ് ഓടിക്കുമായിരുന്നു. കല്ലേറ് ദൂരത്തിൽ കൂടി നടന്നുകൊള്ളണം എന്നായിരുന്നു നിബന്ധനയും. ദേവാലയത്തിലോ മറ്റു പൊതുവേദിയിലോ പ്രവേശനമില്ലാതിരുന്ന അവർ ഏകാന്തതയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നു. വേദനയിലും അവഗണനയിലും കഴിഞ്ഞിരുന്ന ഇപ്രകാരമുള്ള 10 കുഷ്ഠരോഗികളെയാണ് കർത്താവ് സുഖപ്പെടുത്തിയത്. അവരെ അപേക്ഷകളുമായി കടന്നു വന്നു. കർത്താവായ ഈശോ അവരെ സുഖപ്പെടുത്തി. യേശുനാഥൻ കനിവോടെ 10 പേർക്കും നൽകിയ അനുഗ്രഹം അവരിൽ ഒരാൾ മാത്രമാണ് ഈശോയ്ക്ക് നന്ദി പറയുവാനായിട്ട് തിരിച്ചെത്തിയത്. സൗഖ്യം പ്രാപിച്ചവരെല്ലാം നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ഈശോ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവരോട് ചോദിച്ചത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതിനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലല്ലോ. ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം ഏറെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയുന്നു. അതിനെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് നമ്മൾ കടന്നു വരണം. പ്രതിദിന ജീവിതം ആരംഭിക്കേണ്ടത് എങ്ങനെയെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 28-ാമത്തെ തിരുവചനം. മനുഷ്യൻ സൂര്യോദയത്തിനു മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രഭാതത്തിൽ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നിരന്തരം നന്ദി അർപ്പിക്കുന്നവരായി മാറണം എന്നാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. കൊലോസ്യാക്കാർക്ക് എഴുതിക്കൊണ്ട് 4-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ വ്യാപരിക്കണം. ദൈവീക കരങ്ങളിൽ സദാസമയവും നമ്മളെ സമർപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവീക കരത്തിൻ്റെ തുണ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കുകയും ചെയ്യും. ഇതായിരുന്നു ദാവീദിൻ്റെ ജീവിതം. ദൈവം ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം ഏതെല്ലാം പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നുവോ അവിടെയെല്ലാം അദ്ദേഹത്തിന് വിജയിക്കുവാൻ സാധിച്ചു. എല്ലാ അവസരത്തിലും അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചു. സങ്കീർത്തനത്തിൽ 103-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ അദ്ദേഹം പറയുന്നു, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക,
അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. പ്രിയമുള്ളവരെ, നന്ദി പറയാതിരുന്ന 9 കുഷ്ഠരോഗികളോർത്ത് കർത്താവ് ദുഃഖിച്ചതുപോലെ നമ്മെ ഓർത്ത് വേദനിക്കുവാൻ ഇടയാകാതിരിക്കട്ടെ. അതിനാൽ നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വ്യാപരിക്കുന്നതിന് പരിശ്രമിക്കാം. എപ്പോഴും കൃതജ്ഞതയുടെ വാക്കുകൾ നമ്മുടെ അധരത്തിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയുടെ അനുഗ്രഹം നമ്മുടെ മേൽ സമൃദ്ധമായിട്ട് ഈ നിമിഷത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകി വരട്ടെ. കർത്താവ് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയതുപോലെ നമ്മെയും സുഖപ്പെടുത്തട്ടെ. എല്ലാവിധ വ്യാധികളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കട്ടെ. IMS അമ്മയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.